ഓണാഘോഷത്തിന് വിളംബരമായി തൃപ്പൂണിത്തറയിൽ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം അതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നടൻ ജഗദീഷ് നിർവഹിക്കും. ജഗദീഷ് ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അനൂപ് ജേക്കബ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ജേക്കബ് സാറിനാണ് ഓർക്കുന്നത്. ആ സ്നേഹവായ്പ കാളവയൽ മത്സരം ഒക്കെ തന്നെ ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ജേക്കബ് സാറിന്റെ ക്ഷണം സ്വീകരിച്ച്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് സാറ്, അദ്ദേഹമായിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അന്ന് അദ്ദേഹം വളരെ സമയമെടുത്ത് എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വളരെ സത്യസന്ധനായിട്ടുള്ള ആത്മാർത്ഥതായിട്ടുള്ള ഒരു നേതാവിനെ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അതേപോലെ തന്നെ ഹൈബീഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലനായ, പാർലമെന്റിൽ നമ്മുടെ ജനങ്ങളുടെ ശബ്ദം മുഴക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുള്ള, യുവാക്കളുടെ എന്നും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന പ്രസരിപ്പുള്ള ഒരു നായകൻ, നേതാവ്, ഭാവിയിൽ ഒരുപാട് സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് വഹിക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ദീപക് ജോയ്, നമ്മുടെ പ്രിയങ്കരനായ MLA ദീപക് ജോയോട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമായ രമേഷ് പിഷാരടിയാണ് ഇന്ന് രാവിലെ വിളിച്ച്, ഞാനിവിടെ കുഞ്ചാക്കോ ബോബന്റെ ചിത്രം ഹെയിൽ മേരി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ മഹാരാജാസ് കോളേജിലാണുള്ളത്. അപ്പോൾ ദീപക് ജോയോട് രമേഷ് പിഷാരടിയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ രമേഷ് പിഷാരടി എൻ്റെ അടുത്ത് പറഞ്ഞു, ദീപക് ജോയ് എന്ന് പറയുന്നത് വളരെ ജനകീയനായിട്ടുള്ള ഒരു നല്ല MLA ആണ് ജഗദീഷ് ഏട്ടാ, അദ്ദേഹത്തിന് വേണ്ടി ഇന്നൊന്ന് വരണം. ഒരു ഷോർട്ട് നോട്ടീസാണ് എനിക്ക് കിട്ടിയത്, എന്നാൽ പോലും ഞാൻ വന്നു. അങ്ങനെ ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ എന്നെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു, മുനിസിപ്പൽ ചെയർമാൻ വളരെ സാധാരണക്കാരന്റെ മനസ്സുള്ള ഒരു മുനിസിപ്പൽ ചെയർമാനാണ് ശ്രീ ബാബു. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ സ്നേഹത്തിന്റെ മുഖങ്ങളാണ്. ഇനി സ്നേഹത്തിന്റെ മുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുകൂടി എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ദാ ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ട് നിങ്ങളൊന്ന് കാണുക. ഇതെന്താണ് ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഓണക്കോടിയായി ശ്രീ കുഞ്ചാക്കോ ബോബൻ എനിക്ക് ഇന്നലെ സമ്മാനിച്ചതാണ്. മാത്രമല്ല കുഞ്ചാക്കോ ബോബന്റെ പ്രിയ പത്നി പ്രിയ എനിക്കും കുറച്ച് കലാകാരന്മാർക്ക് വേണ്ടി അവരുടെ കൈകൊണ്ട് പാചകം ചെയ്ത ഉപ്പേരിയൊക്കെ കൊടുത്തയക്കുണ്ടായി. ഇതൊക്കെയാണ് സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്നേഹത്തിന്റെ ആഘോഷം ഇവിടെ സാംസ്കാരിക ഉത്സവമാണ്. സ്നേഹത്തിലൂന്നി, സാഹോദര്യത്തിലൂന്നി, മതനിരപേക്ഷതയിൽ, മത സൗഹാർദ്ദത്തിലൂന്നി കൊണ്ടാടുന്ന ഈ ആഘോഷം എന്ന് പറയുന്നത് നാടിന് തന്നെ മാതൃകയാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒക്കെ തോളോട് തോൾ ചേർന്ന് ഇങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുമ്പോൾ അത് നാടിന്റെ മഹത്വമാണ് ഉയർത്തി കാട്ടുന്നത്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വര നിശ്ചയമാണ്. ഇത് ഐശ്വര്യത്തോടെ തന്നെ ഇത് എല്ലാ രീതിയിലും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അങ്ങയുടെ ഊർജ്ജസ്വലമായ വാക്കുകൾക്ക് നന്ദി ശ്രീ ജഗദീഷ്. പ്രത്യേക ഒരു അഭ്യർത്ഥനയുണ്ട്. ഭിന്നശേഷിക്കാരായ ദിവ്യാംഗരായ കുട്ടികൾ അവിടെ അണിഞ്ഞൊരുങ്ങി അത്താഘോഷത്തിനായി പവലിയനിലിരിക്കുന്നുണ്ട്. എല്ലാ അതിവിശിഷ്ടാതിഥികളും അവരെ സന്ദർശിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം അത്ത പതാക ഉയർത്തുന്നതായിരിക്കും. തൃപ്പൂണിത്തുറയുടെ ലോക വ്യാപക പ്രശസ്തിക്ക് നിദാനമായ കാരണങ്ങളിൽ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. അതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം അല്പസമയത്തിനകം നടക്കാൻ പോകുന്നു. നടൻ ജഗദീഷാണ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത്. നൂറുകണക്കിന് കലാരൂപങ്ങൾ അണിനിരക്കുന്ന അതിബൃഹത്തായ അത്തച്ചമയ ഘോഷയാത്രയാണ് കൊച്ചി മഹാനഗരത്തിലൂടെ നടക്കാൻ പോകുന്നത്. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര കേരളത്തിലെ ഓണാഘോഷത്തിൻ്റെ വിളംബരമാണ് അത്തച്ചമയ ഘോഷയാത്ര. കേരളത്തിൻ്റെ എല്ലാ കലാരൂപങ്ങളും അണിനിരക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര ഉടൻ തന്നെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആരംഭിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ഉള്ള മന്ത്രിമാർ, അതേപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ, നടൻ ജഗദീഷ് തുടങ്ങി പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരെയും ഒക്കെ മുഖ്യമന്ത്രി പരിചയപ്പെടുകയാണ്. ഉടൻ തന്നെ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. നടൻ ജഗദീഷാണ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുക. മിഥുൻ മുരളി കൂടി ചേരുന്നു. മിഥുൻ, ഘോഷയാത്രയുടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഫ്ലാഗ് ഓഫ് കർമ്മമാണ് നടക്കാൻ പോകുന്നത്. ഘോഷയാത്ര ഉടൻ തന്നെ പുറപ്പെടുകയല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയല്ലേ മിഥുൻ മുരളി?
വിനോദ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു, തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ രാജവീഥിയിലേക്ക് ഘോഷയാത്ര കടക്കും. അത്തം നഗറിൽ നിന്ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ തൃപ്പൂണിത്തുറയിലെ അത്തം നഗറിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഘോഷയാത്ര പുറത്തേക്ക് പുറപ്പെടുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഒപ്പം അനൂപ് ജേക്കബ് മന്ത്രി, ചലച്ചിത്ര താരം ജഗദീഷ് എന്നിവർ ഉൾപ്പെടുന്ന അവർ ഈ പരിപാടിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടിക്ക് ശേഷം ഈ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വേദിയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള അവരുമായി സംവദിക്കുകയാണ്, അവരുമായി ആശയവിനിമയം നടത്തുകയാണ്. അവിടെ അവർ പല വേഷങ്ങൾ കെട്ടി ഓണവുമായി ബന്ധപ്പെട്ടുള്ള വേഷവിധാനങ്ങളോടൊക്കെ കൂടി വളരെ മനോഹരമായി ആർഭാടത്തോടു കൂടി അലങ്കാരത്തോടു കൂടി അവരവിടെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന പന്തലിലുണ്ട്. അവിടെ എത്തി മുഖ്യമന്ത്രി വി ഡി സതീശനും ചലച്ചിത്ര നടൻ ജഗദീഷും ഒക്കെ ഉൾപ്പെടുന്ന ആ സംഘം അവരെ കാണുകയാണ്, അവരുമായി ആശയവിനിമയം നടത്തുകയാണ്, അവരുമായി സംവദിക്കുകയാണ്. അവർക്ക് ഓണാശംസകളും ഒക്കെ നേർന്ന് അവരുമായി സമയം ചെലവഴിക്കുന്ന സമയമാണ്. അതിനുശേഷമായിരിക്കും ഇനി ഫ്ലാഗ് ഓഫും ഒപ്പം അത്തം പതാക ഉയർത്തുന്ന ആ ചടങ്ങും ഉണ്ടാകും. അത്തം പതാക ഉയർത്തുന്ന മന്ത്രി അനൂപ് ജേക്കബാണ്. ഒപ്പം ഫ്ലാഗ് ഓഫ് ചടങ്ങ് നിർവഹിക്കുന്നത് ചലച്ചിത്ര താരം ജഗദീഷാണ്. ഈ പരിപാടി കൂടി കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ രാജവീഥിയിലേക്ക് ഘോഷയാത്ര കടക്കുകയാണ്. നീണ്ടുള്ള ആ മനോഹര വിസ്മയ കാഴ്ചയ്ക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ തുടക്കമാകും. മനോഹരമായ ദൃശ്യവിരുന്നാണ് നമ്മൾ നേരത്തെ മണിക്കൂറുകൾക്ക് മുൻപ് രാവിലെ മുതൽ തന്നെ കാണുന്ന ആ അത്തച്ചമയത്തിന്റെ ഒരുക്കങ്ങൾ. എത്ര പ്രൗഢഗംഭീരമായാണ് ആ ഒരുക്കങ്ങൾ അണിയറയിൽ തയ്യാറായത് എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ്. അതെല്ലാം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന വളരെ മനോഹരമായ അതിമനോഹരമായ കാഴ്ചയ്ക്കായിരിക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ വഹിക്കുക ഈ രാജവീഥി. ഇനിയുള്ള മണിക്കൂറുകൾ അത് ഏറ്റവും പ്രൗഢഗംഭീരമായി വർണ്ണവിസ്മയമായി ഉത്സവലഹരിയിലേക്ക് ഈ രാജവീഥി കടക്കുന്നു എന്നുള്ള മണിക്കൂറുകളിലേക്കാണ് ഇനി പോകുന്നത്. എന്തായാലും ആ ഫ്ലാഗ് ഓഫ് കർമ്മത്തിലേക്കാണ് ഇനി കിടക്കുന്നത്. ഫ്ലാഗ് ഓഫും ഒപ്പം അത്തം പതാക ഉയർത്തുന്ന ആ ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. അതിന് മുന്നോടിയായി മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രി അനൂപ് ജേക്കബ്, ചലച്ചിത്ര താരം ജഗദീഷ് അവരെ ഈ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന പന്തലിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇനി ആ അത്തം ഘോഷയാത്ര പുറത്തേക്ക് കടക്കുന്ന ആ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അത്തം 1-ാം തീയതി അത്തം ഈ ദിവസത്തെ ഓണത്തിന്റെ വരവറിയിച്ചുള്ള ഈ ദിവസത്തിലെ തൃപ്പൂണിത്തുറയുടെ രാജവീഥിയിൽ പ്രൗഢഗംഭീരമായ രാജഭരണ കാലഘട്ടത്തെ രാജാവ്, കൊച്ചി രാജാവ് പ്രജകളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഓണത്തിന്റെ ആശംസകൾ പ്രജകൾ നൽകിക്കൊണ്ട് ആനപ്പുറത്ത് ആനയും അമ്പാരിയും ഒക്കെയായി പ്രജകളെ കാണുന്നതിന് വേണ്ടി എത്തിയ ആ ഐതിഹ്യവും ആ ചരിത്ര പാരമ്പര്യവും എല്ലാം ഓർമ്മകളിൽ പുതുക്കിക്കൊണ്ടുള്ള അവിസ്മരണീയമായിട്ടുള്ള ആ കാഴ്ചയ്ക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ തുടക്കമാവുകയാണ്. ഈ രാജവീഥിയിലെങ്ങും ആളുകൾ അണിനിരന്നു കഴിഞ്ഞു. എവിടെയൊക്കെ സ്ഥാനം പിടിക്കാനാവോ അവിടെയെല്ലാം അവർ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരിക്കുന്ന ആളുകളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കുചേരുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ആളുകൾ ഈ രാജവീഥിയിലെങ്ങും കാത്തിരിക്കുകയാണ്. അവരെല്ലാം കാത്തിരിക്കുന്നത് ഈ മണിക്കൂറുകൾക്ക് വേണ്ടിയാണ്. ഈ അതിമനോഹരമായ കാഴ്ച കണ്ട് ആസ്വദിക്കുക. ഓണാഘോഷത്തിൻ്റെ ആവേശം ഇവിടെ നിന്ന് തുടങ്ങുക. അത്തം ഘോഷയാത്രയിൽ നിന്ന് തൃപ്പൂണിത്തുറയിൽ നിന്ന് ഓണാരവത്തിൻ്റെ ആ ദിവസങ്ങളിലേക്ക് കടക്കുക, ആഘോഷത്തിന് തുടക്കം കുറിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി മലബാറിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നടക്കം വിവിധ മേഖലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഈ കാഴ്ച വസന്തത്തിന് സാക്ഷ്യം വയ്ക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളാണ് ഈ വീഥികളിലെങ്ങും, കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഈ വീഥികളിലെങ്ങും ഉള്ളത്. ഇവിടെ നിന്നും ഇനി ഈ ഘോഷയാത്ര ആരംഭിച്ച് തൃപ്പൂണിത്തുറ പുണ്യത്രയീശ ക്ഷേത്ര കവാടത്തിന് മുന്നിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ച് വീണ്ടും ഘോഷയാത്ര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ഈ അത്തം നഗറിൽ എത്തിച്ചേരുമ്പോൾ പതാക ഉയർത്തുന്ന ചടങ്ങാണ്. ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച് അത്തം പതാക മന്ത്രി അനൂപ് ജേക്കബ് ഉയർത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയ പ്രേക്ഷകരെ കാണുന്നത്. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് അത്തം പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. മന്ത്രി അനൂപ് ജേക്കബാണ് പതാക ഉയർത്തൽ നിർവഹിച്ചത്. ഇനി ഫ്ലാഗ് ഓഫ് കർമ്മമാണ്. ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് നടൻ ജഗദീഷാണ്. ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചാൽ ഉടൻ തന്നെ നൂറുകണക്കിന് കലാരൂപങ്ങൾ ഒക്കെ അണിനിരക്കുന്ന വർണ്ണശബളമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുന്നു. മിഥുൻ മുരളി, അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ എത്ര മണിയോടുകൂടിയായിരിക്കും ഇത് സമാപിക്കുക? അത്തരം കാര്യങ്ങൾ കൂടി മിഥുൻ മുരളി. വിനോദ്, ഈ ഘോഷയാത്രയുടെ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ഘോഷയാത്രയുടെ ആദ്യ ഭാഗം എത്തുമ്പോൾ ഈ അത്തം നഗറിൽ തന്നെയാകും അതിൻ്റെ
അന്തിമഘട്ടത്തിലുള്ള ഘട്ടമുണ്ടാവുക എന്നുള്ളതാണ്. അത്രയും കിലോമീറ്ററുകൾ നീളം ഉള്ള ഘോഷയാത്ര വസന്തമയത്തിനായിരിക്കും ഇനി സാക്ഷ്യം വഹിക്കുക. വർണ്ണമനോഹരമായ 50-ലധികം കലാരൂപങ്ങൾ, കേരളത്തിലെ തനത് കലാരൂപങ്ങൾ എല്ലാം അണിനിരക്കുന്ന മനോഹരമായ ഘോഷയാത്രയാണ്. ഈ ഘോഷയാത്രയിൽ ഇല്ലാത്ത കേരളീയ കലാരൂപങ്ങൾ ഉണ്ടോ എന്ന സംശയമാണ്. എല്ലാ കലാരൂപങ്ങളുമുണ്ട്. തനത് ക്ഷേത്ര കലാരൂപങ്ങൾ, തെയ്യം ഉൾപ്പെടെയുള്ള എല്ലാ കലാരൂപങ്ങളും അണിനിരക്കുന്ന വർണ്ണമനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നിരവധി ആളുകൾ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഘോഷയാത്ര ഇറങ്ങുകയാണ്. നിങ്ങൾ തൃപ്പൂണിത്തറക്കാർ തന്നെയാണോ? അതെ അതെ, എല്ലാ വർഷവും വരുന്നു, ആഘോഷമാക്കുന്നു, ഓണത്തെ വരും. അതെ, എല്ലാ വർഷവും വരും. എന്താണ് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക് കാണാനൊക്കെ? അവരോടൊക്കെ എന്താണ് പറയുന്നത്? പുറത്തുനിന്നുള്ള കലാകാരന്മാരുണ്ട്, ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. കലാകാരന്മാരൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് അഭിപ്രായം പറയൂ. അക്ഷമയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന കുട്ടികളടക്കമുള്ള തൃപ്പൂണിത്തറക്കാരാണ്. നിങ്ങളുടെ പുറത്തു നിന്നൊക്കെ ഒരുപാട് കലാകാരന്മാരൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന് ഓണത്തിന് തുടക്കമിടുകയാണ്. അതെ അതെ, സന്തോഷമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന, ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വരെ ബാരിക്കേഡിന് പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകളെ മാത്രമാകും ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയുക. ഇനിയിപ്പോൾ ഘോഷയാത്രയ്ക്ക് വിവിധ ഘട്ടങ്ങളിലുള്ള കലാരൂപങ്ങളെല്ലാം ഈ വഴിയിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ അണിനിരക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വഴികളിലേക്ക് അത്തനഗറിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഇവിടെ തയ്യാറാകും. അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് ഘോഷയാത്ര കടക്കുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യവിസ്മയത്തിനാകും സാക്ഷ്യം വഹിക്കുക. എന്തായാലും കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. കുഞ്ഞു കുട്ടികളടക്കം ഘോഷയാത്ര കാണാൻ വേണ്ടി എന്താ പേര്, എവിടുന്ന വരുന്നത്? തൃപ്പൂണിത്തറയെ പൈതൃക നഗരമായി ഉയർത്തുക എന്ന പ്രധാനമായ തീരുമാനം ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഏറെ സന്തോഷത്തോടെ നോക്കിക്കാണാൻ കഴിയും. സംസാരം കുറവാ. ഒരു പൈതൃക നഗരം എന്ന ആ ഒരു വികസനം ധാരാളം കുട്ടികൾ അവരുടേതായ രീതിയിലൊക്കെ ഒരുങ്ങി രസിച്ച് അവരങ്ങനെ കാത്തിരിക്കുകയാണ് ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കാണുന്നതിന് വേണ്ടി. അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും എന്തായാലും പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വഴിത്താരകൾ വിസ്മയമായി മാറും, വർണ്ണവിസ്മയമായി മാറും, മനോഹരമായി മാറും. ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു ഘോഷയാത്ര ഓണത്തിന്റെ വരവറിയിച്ച് ഓണത്തിന്റെ ഓണാരവത്തിലേക്ക് കേരളം പ്രവേശിക്കുന്നതിന്റെ മനോഹരമായ കാഴ്ചയിലേക്ക് ഈ രാജവീഥികൾ മാറുന്ന നിമിഷങ്ങൾക്കാണ്. രാജവീഥികളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. വർണ്ണമനോഹരമായ ഘോഷയാത്ര കാണുന്നതിനായി, കലാരൂപങ്ങളെല്ലാം കാണുന്നതിനായി അന്യ ജില്ലകളിൽ നിന്ന് വരെ നൂറുകണക്കിന് ആളുകളാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.